വെൽക്കം ടു നിസാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലെമൺ റൈസ് ആണ്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ഞാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ബസ്മതി റൈസാണ്. ഒരു 1.5 ഗ്ലാസ് അരിക്കുള്ള ചേരുവകളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിലേക്കായിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഇഞ്ചി ചെറിയൊരു കഷ്ണം, 2 വറ്റൽമുളക്, പിന്നെ ചെറുനാരങ്ങ, കായത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കാഷ്യൂനട്ട്. കാഷ്യൂനട്ട് വന്നിട്ട് ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ റൈസ് 1.5 ഗ്ലാസ്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്നത് പോലെ വെച്ചാൽ മതി. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം വെന്തു പോകാൻ പാടില്ല. ഈ റൈസ് ഇങ്ങനെ വിട്ട് കിടക്കണം, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്ന രീതി ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. നമുക്കിതിലേക്ക് യഥാക്രമം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഇഞ്ചി ചേർക്കണം. അതിനുശേഷം പച്ചമുളക്, പിന്നീട് വറ്റൽമുളക്, കറിവേപ്പില, ഇത് കൂട്ടത്തിൽ തന്നെ നമുക്ക് കാഷ്യൂനട്ട് ചേർക്കാം. കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ തീ അല്പം കുറച്ച് വെക്കണം. കാരണം നമുക്ക് തൊട്ട് പിന്നാലെ മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പം ചൂട് അധികമാണെങ്കിൽ അത് കരിഞ്ഞു പോകും. കറിയുടെ നമ്മുടെ ചോറിൻ്റെ ടേസ്റ്റും മാറും, അതോടൊപ്പം തന്നെ ആ നല്ല മഞ്ഞ നിറം ലഭിക്കുകയില്ല. ഇപ്പോൾ ഇതെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 സ്പൂൺ, ഞാൻ വലിയൊരു സ്പൂണാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓയിലിന് അധികം ചൂടുണ്ടായിരിക്കാൻ പാടില്ല. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യണം. റൈസ് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്, ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ റൈസിന് ഇത്രയും അളവിന് ഒരു 1.5 ചെറുനാരങ്ങയാണ് ഉപയോഗിക്കുന്നത്. പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കായപ്പൊടിയും കൂടെ ചേർക്കാം. കായപ്പൊടി അധികം വേണ്ട, ഒരു സ്വല്പം ചേർത്താൽ മതി. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ലെമൺ റൈസിനെ ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക്, ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് സ്കൂളിലോട്ട് ലഞ്ച് ബോക്സിലേക്ക് പറ്റിയൊരു വിഭവമാണ്. നമുക്ക് പ്രത്യേകിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൊരു വിഭവമാണ്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് അച്ചാർ, സാലഡ്, പപ്പടം ഒക്കെ ഉപയോഗിക്കാം. ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാം. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്